ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ ചർച്ച മുഴുവനും ഈ അർത്ഥത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. അതിന് എക്സ് മുസ്ലിമിലെ ആളുകളുണ്ട്, അവരുടെ കൂടെ എക്സ് ഉണ്ട്. ഞാൻ മുമ്പ് മുസ്ലിം ആയിരുന്നു, പേരൊന്നും ഞാൻ മിമ്പറിൽ വെച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചാനലിന്റെ അന്ത്യചർച്ചയിൽ അവരാ വരിക. മുമ്പ് മുസ്ലിം ആയിരുന്നല്ലോ എന്ന നിലക്കാണ് അവരെ വിളിക്കുന്നത്. എന്നിട്ട് എല്ലാം പഠിച്ച് തികഞ്ഞവനെ പോലെ ഖുർആനും അറിയും, ബുഖാരി അറിയും, മുസ്ലിം അറിയും, തുർമദി അറിയും, നസായിയുടെ ഹദീസുകൾ അറിയും, ഇബ്നു മാജയുടെ ഹദീസുകൾ അറിയും, അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം പരതി വായിച്ച് അതിന്റെ A to Z പഠിച്ചവനെ പോലെ അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. ആരാ പറയുന്നത്? ചാനൽ ചർച്ചയിലാ തീരുമാനിക്കുന്നത്. അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിങ്ങളല്ലാത്ത ചില ആളുകൾ പറയാൻ അങ്ങനെ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. മുസ്ലിം നാമധാരികൾ പറയാൻ അങ്ങനെ ഹദീസിൽ വന്നിട്ടേ ഇല്ല. ഇപ്പോ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ശിരോവസ്ത്രത്തിന്റെ ചർച്ച നടക്കുമ്പോ ഞാൻ ചാനൽ ചർച്ച ശ്രദ്ധിച്ചു. പേര് ഞാൻ പരാമർശിക്കുന്നില്ല. അയാൾ പറയുന്നു, ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും ഒരു മുസ്ലിമായ പെൺകുട്ടിക്ക് ശിരോവസ്ത്രം അണിയണമെന്നത് നിർബന്ധമേ ഇല്ല. ആരാ തീരുമാനിക്കുന്നത്? ആ ചർച്ചയ്ക്ക് വന്ന അയാള്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എക്സ് മുസ്ലിം ഉണ്ടാവും അപ്പുറത്ത്. ആ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ ഇവൻ മുമ്പ് മുസ്ലിം ആയിരുന്നു. എന്നാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ വശം പറയാൻ ശ്രമിക്കുന്ന ആളോ അയാൾക്ക് 2 മിനിറ്റോ 1.5 മിനിറ്റേ കിട്ടൂ. ഇതൊക്കെ ലോകത്ത് ബോധപൂർവമുള്ള ചില ഇടപെടലുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന രാജ്യം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മാതൃകാപരമായ ഒരു രാജ്യമാണ്. തർക്കമില്ല. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പദപൊരുതിയ മുസ്ലിങ്ങളെ കുറിച്ച് ഓർമ്മയുള്ള രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ലിഖിതമായ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെത്. ഏറ്റവും വലിയ. 2ാം സ്ഥാനത്ത് നൈജീരിയ പോലെ, ബ്രസീലിനെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്, 2-3 സ്ഥാനത്തൊക്കെ. പക്ഷേ ലിഖിതമായ ഭരണഘടനയുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ അതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന നിലക്കാണ് സൂചിപ്പിക്കുന്നത്. അതിൽ 448 അനുച്ഛേദങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, 25 ഭാഗങ്ങളുണ്ട്, 1,46,385 വാക്കുകളുണ്ട്. എന്നിട്ട് ആ നീണ്ടു കിടക്കുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് ഒരു മനുഷ്യന് അവന്റെ മതവിശ്വാസം വിശ്വസിക്കുവാനും അത് ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 25. രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് എനിക്ക് ഇസ്ലാമാണ് ശരി എന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാം. ഹൈന്ദവനായി ജനിച്ച, ക്രൈസ്തവനായി ജനിച്ച ഒരാൾക്ക് ഇസ്ലാമാണ് ശരി എന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാം. മുസ്ലിമായി ജനിച്ച ഒരാൾക്ക് ക്രൈസ്തവതയാണ് ശരി എന്ന് തോന്നിയാൽ അങ്ങോട്ട് പോകാം. ക്രൈസ്തവനായി ജനിച്ച ഒരാൾക്ക് ഹിന്ദുവാണ്, ഹൈന്ദവതയാണ് ശരി എന്ന് തോന്നിയാൽ അങ്ങോട്ട് പോകാം. ഭരണഘടന അവന് മൗലികമായ അവകാശം അതിന് വകവെച്ചു കൊടുക്കുന്നു. ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസം ആചരിക്കാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നു ആർട്ടിക്കിൾ 25. 26 പോയാലോ, ആർട്ടിക്കിൾ 26 പോയാൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു. മതപരമായ കുറെ ചടങ്ങുകളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അത് സ്വതന്ത്രമായി നിർവഹിക്കുവാനുള്ള അവകാശം നൽകുന്നു ആർട്ടിക്കിൾ 26. 14 പോയി നോക്കൂ നിങ്ങൾ. നിയമത്തിന് മുന്നിൽ തുല്യ നീതി, നിയമത്തിന് മുന്നിൽ തുല്യത അവകാശപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 14. 15 പോയി നോക്കൂ നിങ്ങൾ. മതം, ജാതി, ലിംഗം എന്നിവയുടെ വ്യത്യാസത്തിലുള്ള സർവ്വ വിവേചനങ്ങളെയും തടയുന്നു. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഒരു പൗരന് അവകാശമായി നൽകുന്നു ഈ രാജ്യത്തിന്റെ ഭരണഘടന. ആർട്ടിക്കിൾ 29 പോയാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ആർട്ടിക്കിൾ 30 പോയാൽ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള പൂർണ്ണ അവകാശം നൽകണം. ഞാനിത് വായിച്ചെന്തിനാണറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദങ്ങളും വായിച്ച് മുന്നോട്ട് പോകാനില്ല.
ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും, മുസ്ലിം എന്നല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും അവിടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന ഷൗക്കത്ത് അലി, മൗലാന അബുൽ കലാം ആസാദ്, അല്ലെ, ആസാദിന്റെ കൂടെ ഈ രണ്ട് ജൗഹർ സഹോദരങ്ങൾ നിന്ന് പടപൊരുതുമ്പോ ആ ജൗഹർ സഹോദരങ്ങളുടെ ഉമ്മയാകുന്ന ആബിദ ബാനു ബീഗം 1920 ഗാന്ധിജിക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ലെറ്ററിൽ, എന്റെ രണ്ട് മക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണാൽ ഞാൻ പഠിച്ച മതവിശ്വാസ പ്രകാരം അവർ രക്തസാക്ഷിയാകുന്നു എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല എന്ന് ആര്? ആബിദ ബീഗം എന്ന് പറയുന്ന, ബാനു ബീഗം എന്ന് പറയുന്ന ഈ മുഹമ്മദ് അലി ജൗഹറിന്റെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഉമ്മ ഗാന്ധിജിക്ക് ലെറ്റർ എഴുതി അടക്കുകയാണ്. അല്ലേ? അതിനെ ബി ഉമ്മ പ്രഖ്യാപനമായി പ്രത്യേകമായ അതിന്റെ പുസ്തകങ്ങളും അതുപോലെ തന്നെ കൃതികളും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കാനല്ല ഇത് പറയുന്നത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നു. നിങ്ങൾ ഈ മിമ്പറിൽ നിന്ന് പലപ്പോഴായി കേട്ടതാണ്. രാജ്യത്തിന്റെ ഇന്ത്യ ഗേറ്റിന്റെ രണ്ട് വശങ്ങളിലുമായി എഴുതി ചേർത്ത 1 ലക്ഷത്തോളം വരുന്ന രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പോരാളികളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത്, നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്ത് ഇന്നും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 1 ലക്ഷം പേര് ഇന്ത്യ ഗേറ്റിന്റെ 2 വശങ്ങളിലായി എഴുതി ചേർക്കുമ്പോ 60,000-ലധികം പേരുകൾ മുസ്ലിങ്ങളുടെ പേരാ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മുന്നിൽ നിന്ന പടനായകന്മാരുടെ പേര് 1 ലക്ഷത്തോളം പേര് എഴുതി ചേർക്കുമ്പോ 60,000-ലധികം പേര്, 60% പേര് മുസ്ലിങ്ങളുടെ പേരാ. എങ്ങനെ വന്നത്? അത് വെറുതെ അങ്ങ് ഒട്ടിച്ചേർത്തതാ? മാറ്റി നിർത്താനാവാതെ എഴുതി ചേർക്കേണ്ടി വന്നതാണ്. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയവരാണ് അവർ. ഞാനിത് പറയുന്നത്, ഈ രാജ്യം ഒരു അത്ഭുതകരമായ, അതേ വളരെ വളരെ ചിന്തിക്കേണ്ടതായ അത്ഭുതങ്ങൾ സമ്മാനിച്ചൊരു രാജ്യമാണ്. ആ രാജ്യത്ത് നമുക്ക് അവകാശമുണ്ട്. ഈ രാജ്യം ഒരാളുടെയും കുത്തകയല്ല. അല്ല, എനിക്കോ നിങ്ങൾക്കോ നമ്മുടേതായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്താൻ പറ്റുന്ന ഒന്നല്ല. ഇതൊരു സുതാര്യമായ രാജ്യമാണ്. ഇവിടെ ദൈവവിശ്വാസികൾക്ക് അങ്ങനെ ജീവിക്കാം, നിരീശ്വരവാദികൾക്ക് അങ്ങനെ ജീവിക്കാം, മതം വേണ്ടെന്ന് പറയുന്നവർക്ക് അങ്ങനെ ജീവിക്കാം. അല്ലേ? എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. ആരുടെ മേലും നമ്മൾ കളിയാക്കാനോ ആക്ഷേപിക്കാനോ അവരെ പരിഹസിക്കാനോ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രത്യേകമായ ലിഖിതമായ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? എന്നിട്ട് ഒരു സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലെ കുട്ടി തട്ടമിട്ട് വരുമ്പോ ആ പ്രിൻസിപ്പൽ പുറത്തിറങ്ങിയിട്ട് ചാനലിന്റെ ആളുകൾ വന്ന് ചോദിക്കുക, നിങ്ങൾ എന്തിനാ തടയുന്നത്? ഇതൊരു മതേതരത്വ രാജ്യമാണ്, ഇവിടെ നമ്മൾ എല്ലാവർക്കും ഈക്വൽ. എന്താ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പലിന് മനസ്സിലായിട്ടില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആക്കലാണ്. എന്താണ് ഈക്വൽ? ഈക്വാലിറ്റി. എന്താണ് ഈക്വാലിറ്റി? ഞങ്ങളെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് തട്ടടേണ്ടതില്ല, അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും തട്ടയിച്ചേക്കണം. അതാ മതേതരത്വം ആണോ? എന്നാൽ ഈ ഭരണഘടന പറയുന്നതോ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും സ്വതന്ത്രമായി നിർവഹിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനാ ഞാൻ ആർട്ടിക്കിൾ 25, 14, 26, 28 വായിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയാണ് നമ്മൾ ഈക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആരനുവദിച്ചു തന്നതാണ്? ഒരു മുസ്ലിം സ്ഥാപനത്തിൽ മുസ്ലിം മാനേജ്മെന്റ് ആണ് ആ സ്കൂൾ നടത്തുന്ന വിചാരിച്ചോളൂ. അവിടെ മലക്ക് പോകാൻ മാലയിട്ട ആളുകൾ കറുത്ത തുണിയെടുത്തവരും യൂണിഫോം ഒക്കെ മാറ്റിവെച്ച് വരും. അപ്പൊ നമ്മൾ തടയാറുണ്ടോ? തടയാൻ പാടുണ്ടോ? തെറ്റാണ്, തടയാൻ പാടില്ല. അതവരുടെ വിശ്വാസപ്രകാരം അവർ മലക്ക് പോകാൻ തീരുമാനിച്ചാൽ അവരുടെ നൊയമ്പുമായി, നോമ്പുമായി, വ്രതവുമായി ബന്ധപ്പെട്ട അവരുടെ ആചാരമാണ് ഇന്ന വേഷമണിയണമെന്നത്. അത് അവരുടെ ഇഷ്ടമാണ്, അത് സമ്മതിച്ചു കൊടുക്കലാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ ആദരിക്കുന്ന സ്വഭാവമാണ് രാജ്യത്തുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്ററിന്റെ കോളേജ് പഠനം, ആ സിസ്റ്റർ മാത്രമായിരുന്നു യൂണിഫോം മാറ്റിവെച്ച് അതേ ഡ്രസ്സിൽ അവരുടെ ക്ലാസ്സിൽ വന്നിരുന്നത്. എന്നിട്ട് ഈക്വലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അറബിക് കോളേജിൽ വരുന്നില്ലേ സിസ്റ്റർമാര് പഠിക്കാൻ? നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. അറബിക് കോളേജിൽ വരുന്നില്ലേ അറബി പഠിക്കാൻ സിസ്റ്റർമാര്? എന്നിട്ട് അവിടുത്തെ യൂണിഫോം ആണ് ഇടാറുള്ളത്? അല്ല, അവരവരുടെ കന്യാസ്ത്രീ വേഷത്തിൽ തന്നെയാണ് അറബി കോളേജിൽ പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു അറബി കോളേജിൽ നിന്ന് പറഞ്ഞോ ഈ ഡ്രസ്സ് പറ്റില്ല, ഞങ്ങളുടെ യൂണിഫോം ഇടണമെന്ന്? നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു. ഈ രാജ്യം അങ്ങനെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ മുസ്ലിങ്ങളായ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം, നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കൾക്ക് ദീനീബോധം കിട്ടണം.
അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി എന്തിനാ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ പറയുന്നത്? രാജ്യത്തിന്റെ നിയമാവലികൾ പറയുമ്പോ, ഇവിടുത്തെ ജനാധിപത്യം പറയുമ്പോ, ഇവിടുത്തെ മതേതരത്വം പറയുമ്പോ, ഇവിടെ നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുമ്പോ ഇത് ചെയ്യരുത് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പക്ഷെ മുസ്ലിം ഉമ്മത്തിനോട് എത്രയാ മുസ്ലിം ചെറുപ്പക്കാരാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്? പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിസ്കരിക്കാൻ പറ്റാത്ത, ഇസ്ലാമിക വേഷമണിയാൻ പറ്റാത്ത ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് എന്തിനാണ് അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? എന്തിനാ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? 8th-ലല്ലേ, 9th-ലല്ലേ, 10th-ലല്ലേ, 11th-ലല്ലേ, 12th-ലല്ലേ, ഒരു +2 വരെയുള്ള അവിടെ തട്ടിട്ടില്ലെങ്കിൽ സാരല്ല, ളുഹർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ കുട്ടി നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവസാനം ഇംഗ്ലീഷ് ഉണ്ടാവൂ, ദീനുണ്ടാവില്ല. ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവൂ, ദീനുണ്ടാവില്ല. നമ്മൾ അതിൽ ചിന്തിക്കേണ്ടതില്ലേ? ഇവിടെ ഒരു വർഗീയത പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ പഠിപ്പിക്കാം. എന്റെ മോക്ക് ശിരോവസ്ത്രം അണിയണം, ദീനീപരമായി ജീവിക്കണം, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. ഒരു നിസ്കാരം ഒരു മുസ്ലിമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല യാത്രയിലല്ലാതെ. എന്നും സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ളുഹർ അസറൊക്കെ വീട്ടിൽ വന്ന് മഗ്‌രിബിന് ശേഷം എത്തുന്ന കുട്ടിക്ക് കൂട്ടി നമസ്കരിച്ചാൽ മതിയോ? പറ്റില്ല. അതിന് സൗകര്യം സ്കൂളിൽ കൊടുക്കൂല എന്നറിഞ്ഞാലും അവിടെ തന്നെ കൊണ്ടുപോയി ചേർക്കും. എന്നാലും നല്ല എഡ്യൂക്കേഷനാ, ഭയങ്കര വിദ്യാഭ്യാസ. എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹത നമുക്കുള്ളത്? ചേർക്കാൻ ചെല്ലുമ്പോ അവർ പറയുന്നു ഞങ്ങളുടെ യൂണിഫോം ഇങ്ങനെയാണ്, ആ യൂണിഫോമിൽ ഞങ്ങൾ വേറൊന്നും അനുവദിക്കില്ല എന്ന് പറയാൻ അവർക്ക് പാടില്ല. അത് വേറെ. അങ്ങനെ പറഞ്ഞാൽ എന്നാലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നതിനൊക്കെ എന്തിനാണ് നമ്മൾ ആ പരീക്ഷണത്തിലേക്ക് പോകുന്നത്? ഇസ്ലാമിൻ്റെതായ മര്യാദയുണ്ട്. ഇസ്ലാമിൻ്റെതായ മര്യാദയുണ്ട്. ആ മര്യാദ എല്ലാം വിട്ടുകളഞ്ഞ് എത്ര സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ ഒരു സൗകര്യമില്ല. അഥവാ ഞങ്ങൾ 2 ബെഞ്ച് കൂട്ടിയിട്ട് നമസ്കരിക്കുന്നത് കണ്ടാൽ ഞങ്ങളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട്. എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് അവിടെ തന്നെ പഠിക്കണമെന്ന്? എന്താ നമുക്കൊരു വാശി? ദീനിനാണ് നമുക്ക് പ്രാധാന്യം. നിങ്ങൾ അന്വേഷിച്ചു നോക്കി, എത്ര കേരളത്തിന് പുറത്തുള്ള ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടികൾ, മംഗലാപുരത്ത് പഠിക്കുന്ന കുട്ടികൾ, അല്ലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവസാനം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ വാപ്പ ഏറെ പ്രതീക്ഷയോടുകൂടി വളർത്തിയ ഈ മോനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇന്ത്യക്ക് പുറത്ത് ഇഷ്ടംപോലെ കുട്ടികളാ, കാനഡയിലൊക്കെ എത്ര മലയാളികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എല്ലാം അവരുടെ എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ നീ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് വിചാരിച്ചോളൂ. പറ്റുമോ? ഗെറ്റ് ടുഗദറാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് റൂം എടുക്കുന്നു, ഒരുമിച്ച് സഞ്ചരിക്കുന്നു, എല്ലാം കഴിഞ്ഞു. സർവ്വ വ്യഭിചാരങ്ങളും കഴിഞ്ഞിട്ട് പറയാ പാപ്പാനോടും ഉമ്മാനോടും എനിക്ക് അവളെ ഇഷ്ടാണ്, അവള് പറയാ എനിക്ക് അവനെ ഇഷ്ടാണ്. അല്ലേ? ഇഷ്ടപ്പെട്ട ഒരുത്തനെ പള്ളിയുമായി ബന്ധപ്പെട്ട ആചാരപ്രകാരം മുസ്ലിമിന്റെ നിക്കാഹ് നടത്തിയ വിവാദം ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ചർച്ച ചെയ്തോളൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ. വലിയ വലിയ പാർട്ടിക്കാർ വരെ അങ്ങനെയാണ് പറയാറുള്ളത്. തിരിച്ചു സംഭവിച്ചാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് അവരുടെ ഇഷ്ടല്ലേ. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എവിടെയും കൊണ്ടുപോയി അതിനെ പരസ്യപ്പെടുത്താൻ റെഡിയാണ്. പക്ഷെ ഇതിന് നിൽക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും മനസ്സിലാക്കണം, രക്ഷിതാക്കൾ അറിയണം, അവർ അവരുടെ ദീനീബോധം ഈ മക്കൾക്ക് കൃത്യമായി കൊടുക്കേണ്ട സമയത്ത് ഉണ്ടോ? കൃത്യമായി അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ചില കുട്ടികൾ പറയാം ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല. എപ്പോഴാണ്? 15 വയസ്സായിട്ട്. ഇസ്ലാമിന്റെ ഒരു ആചാരം അറിയില്ല, ഓരനുഷ്ഠാനം അറിയില്ല, ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങൾ അറിയില്ല, അടിസ്ഥാനപരമായി അറിയേണ്ട ബേസിക്കലായി അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അവൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയും കൊണ്ട് വരിക. ഇതിൽ അത്ഭുതം എന്താണെന്നറിയോ? എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു വരുമ്പോ ഒരു മുസ്ലിമായ ഒരാൾ നിക്കാഹ് ചെയ്യേണ്ടത് മുസ്ലിമത്തായ ഒരു പെൺകുട്ടിയാണ്. അല്ലാത്ത നിക്കാഹാവുകയില്ല. എന്നിട്ട് ഉമ്മാര് വാപ്പാര് സമ്മതിക്കണേ, സാരല്ല കുറച്ച് കഴിയുമ്പോ മാറിക്കോളും, അതുവരെ വിചരിക്കേ, അതുവരെ സിന നടക്കുക, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കൊള്ളും, ഒരു 2 കൊല്ലം ഒരുമിച്ച് ജീവിക്കുമ്പോ അങ്ങനെ ഒരു ശരിയായിക്കൊള്ളും എന്ന് പറയാ. അപ്പൊ ആ 2 കൊല്ലം വ്യഭിചാരം നടക്കേ. ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കേണ്ടത് മുസ്ലിമത്തായ ഒരു പെൺകുട്ടിയെയാണ്. വേറെ ഒരാളെയും കല്യാണം കഴിക്കാൻ അവകാശമില്ല. ഉണ്ടോ? മുസ്ലിമത്തായ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കേണ്ടത് മുസ്ലിമായ ചെറുപ്പക്കാരനെയാണ്. പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമായ ചെറുപ്പക്കാരോട്, മുസ്ലിങ്ങളായ പുരുഷന്മാരോട് വേദക്കാരെ വിവാഹം കഴിക്കാൻ പറയുന്ന ഭാഗം അവിടെ ഉണ്ട്. അതിനെ ഞാൻ മറച്ചു വെക്കുന്നില്ല. ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്ക് മുസ്ലിമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? പാടില്ല.
എന്നിട്ട് അതിന് ഉമ്മയും ബാപ്പയും വല്യമ്മയും വല്ലിപ്പയും കുടുംബങ്ങളും പറയാ സാരല്ല, അവർ 2 കൊല്ലം ജീവിച്ചു ഒരുമിച്ച്, കുഴപ്പമില്ല, 10 വർഷം ജീവിച്ചു, പ്രശ്നമില്ല, എന്നിട്ട് വിവാഹം. അങ്ങനെയൊക്കെ ഉണ്ട്. അത്ഭുതമാണ്. 2-3 ദിവസം അവർ ചുറ്റിക്കിറങ്ങി, അവരൊന്ന് ജീവിച്ച് ഒരുമിച്ച് നിന്ന് നോക്കി, എന്നിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി, എന്നാ പിന്നെ വിവാഹം. ഇതിന് നിന്ന് കൊടുക്കുന്ന ഒരാളാണോ കുടുംബം? ആണോ? ഞാൻ പറയുന്നത് ഇത് മുസ്ലിങ്ങൾ എന്നല്ല, അമുസ്ലിങ്ങളെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, അമുസ്ലിങ്ങളും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. വളരെ പ്രതീക്ഷയോടുകൂടി പോറ്റി വളർത്തുന്ന ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു ഉമ്മ, ഒരു വാപ്പ തന്റെ മകൾക്ക് 18 വയസ്സാകുമ്പോ, തന്റെ മകന് പ്രായപൂർത്തിയാകുമ്പോ ആ ഉമ്മയുടെ കണ്ണീര് കുടിപ്പിച്ച് ആ വാപ്പയെ കണ്ണീരിലായിത്തി. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര വിവാഹങ്ങളാണ് ഗവൺമെന്റ് നിയമപ്രകാരം ഒരുപക്ഷെ അതിന്റെ ചില പേപ്പർ വർക്കുകൾ നടത്തി ഒപ്പുവെച്ചാൽ മതിയാകും. ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിക്കാഹാവണമെങ്കിൽ അത് മതിയാവുകയില്ല. അതുകൊണ്ട് എന്താ ഇസ്ലാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് പറ്റിയ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കണം. എല്ലാ രാജ്യത്തിന്റെ നിയമങ്ങളും പാലിക്കുന്നതോടൊപ്പം മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും പഠിക്കുന്നതോടൊപ്പം ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കൃത്യതയോടുകൂടി നിലനിർത്തി പോകാനുള്ള കൃത്യമായ പരിശീലനം നൽകണം. അതൊന്നും നൽകാത്തൊരവസ്ഥയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ്, അതിലൊന്നും തർക്കമില്ല. ഞാൻ രാഷ്ട്രീയത്തിന്റെ ഒരു നേതാവിന്റെ പേര് പറയല്ലോ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ടവരെ, രാജീവ് ഗാന്ധിയാകുന്ന സമയം ഷാബാനു കേസിന്റെ അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോ ബനാത്വാല എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഒരു കൈയിൽ ഖുറാൻ പിടിച്ചു, വലത് കൈയിൽ ഖുറാൻ പിടിച്ചു. നിങ്ങൾ ഓർത്തോ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കാണാം. ഒരു കൈയിൽ ഇങ്ങനെ ഖുറാൻ പിടിച്ചു, മറുകൈയിൽ ഭരണഘടനയും പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഭരണഘടന ഞാൻ വിശ്വസിക്കുന്ന ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന് ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി പറയുന്നു. പറഞ്ഞിട്ടില്ലേ? അന്നത്തെ പ്രധാനമന്ത്രി അതിന് ഉത്തരം പറയുമ്പോൾ പറഞ്ഞു, രാജ്യം എല്ലാവരെയും അംഗീകരിക്കുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരു കൈയിൽ ഖുർആൻ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു മുസ്ലിമായി ജീവിക്കുന്നതിന് ഈ ഭരണഘടന എതിരല്ല. എന്റെ വലത് കൈയിൽ ഖുർആനാണ്, ഇടത് കൈയിൽ ഭരണഘടനയാണ്. ഇത് തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. എനിക്ക് മുസ്ലിമായി ജീവിക്കുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി 1986 മെയ് 6 നടന്ന ഷാബാനു കേസിന്റെ, പ്രിയപ്പെട്ടവരെ, അതിന്റെ വിധിയും അതിന്റെ ചർച്ചയും ഒക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞ ഭാഗം, ഞാനിത് പറയുന്നത് മുൻകാലത്ത് ഇതൊക്കെ മനുഷ്യർ പരസ്പരം മനസ്സിലാക്കി പോയവരാണ്, അംഗീകരിച്ചു പോയവരാണ്. ഇവിടെ മുസ്ലിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. നമുക്ക് മതം വളരെ പ്രധാനപ്പെട്ടതാ, മതവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാ. ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി. ഇതാരെങ്കിലും തന്റെ മതത്തെ വിട്ടേച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ തന്റെ വിശ്വാസത്തിൽ നിന്ന്, മതത്തിൽ നിന്ന് പിന്തിരിയുന്ന പക്ഷം, അല്ലാഹു പറയുന്ന വാക്ക, ഫസൗഫ യഅതില്ലാഹു ബിഖൗമി യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. എത്ര മനോഹരമായിട്ട് അല്ലാഹു പറയുന്നറിയോ? നിങ്ങൾക്ക് ദീൻ വേണ്ടേ? നിങ്ങൾക്ക് മതം വേണ്ടേ? നിങ്ങൾക്ക് എന്റെ ആദർശവും വിശ്വാസവും വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അള്ളാഹു പറയുന്ന ഒരു വാക്കാട്ടോ, ആരെങ്കിലും തന്റെ മതത്തെ വിട്ട് അവഗണിച്ച് മതത്തെ തള്ളി പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ടീമിനെ അല്ലാഹ് നിങ്ങളെ മാറ്റി നിർത്തി ബദൽ കൊണ്ടുവരുമെന്ന് സർവശക്തനായ അള്ളാഹു. നിങ്ങൾക്ക് ദീന് വേണ്ടേ? എന്നാ നിങ്ങളെ മാറ്റി നിർത്തി ദീനിനെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ടീമിനെ അള്ളാഹു ബദൽ കൊണ്ടുവരും. അവർ മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടി അതേ പെരുമാറുന്ന ആളുകളായിരിക്കും. സത്യത്തെ നിഷേധിക്കുന്നവരുടെ മുമ്പിൽ പ്രതാപത്തോടുകൂടി ഇസ്ലാമിനെ ഉയർത്തിക്കാണിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരായിരിക്കും. ഈ ധർമ്മസമരം, സമരങ്ങളുടെ കൂട്ടത്തിൽ, ജിഹാദുകളുടെ കൂട്ടത്തിൽ വലിയ ജിഹാദാണ് പ്രിയപ്പെട്ടവരെ ദേഹേച്ഛയോടുള്ള ജിഹാദ്. എനിക്ക് പലതും കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എന്റെ മനസ്സിനോട് യുദ്ധം ചെയ്യുകയാണ്. പാടില്ല.
എന്റെ റബ്ബ് എനിക്കത് അനുവദിച്ചു തരുന്നില്ല. എനിക്കത് കേൾക്കണമെന്നുണ്ട്. ഞാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നു. പാടില്ല, അതൊരു ജിഹാദാണ്. എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, എനിക്കത് പറയണമെന്നുണ്ട്, അത് കാണണമെന്നുണ്ട്. ഞാൻ എന്റെ ദേഹേച്ഛയോട് സമരം നടത്തുകയാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ജിഹാദിന്റെ പലതും. ഖുർആൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ജിഹാദ് അള്ളാഹു പരിചയം. എന്താ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? ഖുർആൻ കൊണ്ട് എറിയല, ഖുർആൻ കൊണ്ട് ആക്രമിക്കലല്ല. ഈ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമായി പേരിട്ടവൻ, മുസ്ലിമത്തായി ജീവിക്കുന്ന ഒരു പെണ്ണ്, ഒരാണ്, അതിന് റെഡിയാവലാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. എന്റെ ഖുർആനിൽ എന്റെ വിശ്വാസം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ കലാമ. ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കല്ല, ഒരു പ്രവാചകന്മാരുടെയും വാക്കല്ല. ഇത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കലാമാണ്. കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിതതി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത റബ്ബിന്റെ, അല്ലാഹുവിന്റെ വിരാട് പുരുഷന്റെ സംസാരമാണ് ഈ ഖുർആൻ. ഇത് നമ്മൾ ദാരിദ്ര്യമല്ല. ഈ ഖുർആൻ പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. ആ ദേഹേച്ഛയോട് സമരം നടത്തി ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്ത് നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. അതൊക്കെ ആർക്കാ ഭാഗ്യം കിട്ടുക? അല്ലാഹു പറയാ, ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഫളൽ അല്ലാഹു കൊടുക്കും. അല്ലാഹു അത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വല്ലാഹു വാസിഉൻ അലീം, വല്ലാഹു വാസിഉൻ അലീം. ഈ ദീനിനെ നമുക്ക് വേണ്ടേ? മാറ്റി നിർത്താൻ നഷ്ടം നമുക്കാണ്. പല ആയുധങ്ങളും പ്രയോഗിക്കും, തൂലിക ചലിപ്പിക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, വാട്സാപ്പ് വരും, ഫേസ്ബുക്കിൽ വരും, എല്ലാറ്റിലും എന്തൊക്കെ കമന്റ്സുകൾ വരും. എല്ലാം കണ്ട് നിരാശരാവണ്ട. 230 കോടി ജനങ്ങൾ ക്രൈസ്തവർ ഇന്ന് ലോകത്തുണ്ട്. 200ഓളം കോടി മുസ്ലിങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ, അല്ലേ? അള്ളാഹ് ഒരു കാര്യം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ലോകത്ത് ഒന്നാമത്തെ ജനസംഖ്യ മുസ്ലിങ്ങളായിട്ടല്ലാതെ ലോകം അവസാനിക്കൂല. ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും, എന്ത് പ്രൊപ്പഗണ്ട ലോകത്ത് കൊണ്ടുവന്നാലും, അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നടക്കാതെ ലോകം അവസാനിക്കൂല. ഇപ്പൊ ഖുദ്സില് കരയുന്നില്ലേ? പലസ്തീനിന്റെ മണ്ണിൽ വേദനിക്കുന്നില്ലേ? കരാറിൽ ഒപ്പിട്ട് ലംഘിക്കുന്നില്ലേ? ഇത് കണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. ഖുദ്സ് ചിരിക്കാതെ ലോകം അവസാനിക്കൂല. ഇത് അള്ളാഹു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരുടെ നാവുകൊണ്ട്, അവരുടെ വാഗുകൊണ്ട് അവർ ഈ അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ പ്രകാശത്തെ, റബ്ബിന്റെ മതത്തെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു പറയാ, ഈ ദീനിനെ ഊതിക്കെടുത്താൻ പലരും പല പടികൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. മുസ്ലിങ്ങൾ തീവ്രവാദികളാന്ന് വരുത്താൻ ISIS പോലെയുള്ള ടീമിനെ ഉണ്ടാക്കിയിട്ടില്ലേ? പഠിച്ചോക്ക്, പുറത്തു വന്നിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. എന്നിട്ടോ അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും, ആളുകൾക്ക് അത് ബോധ്യമാകും. കുറെ ആളുകൾ അങ്ങനെ വിശ്വസിക്കും. എന്തൊക്കെ മാർഗങ്ങൾ, ഇത് സത്യമാണ്. നേരായ ചൊവ്വായ മാർഗത്തെ തോൽപ്പിച്ച് കളയാൻ പല അഭിപ്രായങ്ങളിൽ ലോകത്ത് വരും. അല്ലാഹു പറയാ, ഈ ദീനിനെ ഊതിക്കെടുത്താൻ പലരും ശ്രമിക്കും. വല്ലാഹു മുത്തിമ്മു നൂരിഹി. പക്ഷെ നിങ്ങൾ ശ്രമം നടത്തിയാലും പടച്ചവൻ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. സത്യത്തെ നിഷേധിക്കുന്നവർക്ക് എത്ര വെറുപ്പ് തോന്നിയാലും സോഷ്യൽ മീഡിയ തുറന്നു നോക്ക്. അമേരിക്കയിൽ ചില പള്ളികൾ റോഡിൽ ജുമ നടത്തുക. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? നിർബന്ധമുണ്ടോ? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ മതത്തിൽ ബലാത്കാരമില്ല. ഇനി ഈ ഖുത്ബ പുറത്തേക്ക് പോകുമ്പോ അമുസ്ലിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ വിശ്വാസം എന്താണെന്നറിയോ? പണം കൊടുത്ത ഒരാൾ മുസ്ലിം ആക്കരുതെന്ന, പ്രലോഭിപ്പിച്ച് മുസ്ലിം ആക്കരുതെന്ന. നിനക്കൊരു വീടുണ്ടാക്കി തരാ, നീ മുസ്ലിം ആയിക്കോ, പറയാൻ പാടില്ല. ഇത് പണത്തിന്റെ മേലെ നിൽക്കുന്ന മതമല്ല, ഇത് പ്രലോഭനത്തിന്റെ മേലെ നിൽക്കുന്ന മതമല്ല. ഒരാൾ പഠിച്ച് മനസ്സിലാക്കി ഏകദൈവ വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറായാൽ അയാൾക്ക് ഇതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. പണം കൊടുത്ത് നിങ്ങൾ സ്വാധീനം ചെലുത്തി നിങ്ങൾ ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരരുത്. പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞു, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ല വകഫർ. തിരിഞ്ഞു പോകുന്നവർ പോയിക്കോട്ടെ. ഫദക്കിർ, ഓ നബിയേ, താങ്കൾ ഉത്ബോധനം നടത്തിയാൽ മതി. മുഹമ്മദ് മുസ്തഫ തങ്ങളായ മുത്തുനബിയോട് പോലും അല്ലാഹു പറയുന്നത് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ.
നിർബന്ധമല്ല കേട്ടോ, നിർബന്ധം ചൊലുത്തേണ്ട കേട്ടോ, അധികാരം പ്രയോഗിക്കേണ്ട കേട്ടോ, പറഞ്ഞാൽ മാത്രം മതി. നബിയോട് പോലും അതാ പറഞ്ഞത്. പിന്നെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. എത്തിക്കുക എന്ന ഡ്യൂട്ടി മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി. അതാ ഈ മതത്തിന്റെ പ്രത്യേകത. ഇത് സുതാര്യമാണ്, ഇത് സുവ്യക്തമാണ്. ഈ ഖുർആൻ ഇതാ ഒരു മുസ്ലിമിന്റെ അജണ്ട. ഇത് ലോകത്തെവിടെയും വാങ്ങാൻ കിട്ടും. ഇത് തുറന്നു വെച്ച പുസ്തകമാണ്. ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്. ഇതിന് ഹിഡൻ അജണ്ടകളില്ല. അതുകൊണ്ട് പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് കേട്ടുപോവുകയില്ല എന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സന്മാർഗവുമായി യഥാർത്ഥ മതവിശ്വാസവുമായി അല്ലാഹു തആല നബിയെ പ്രവാചകനയച്ചു. എന്തിനയച്ചെന്നറിയോ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലോകത്ത് എന്തൊക്കെ മതങ്ങളുണ്ടോ ആ മതത്തിന്റെ മേലെ ഇസ്ലാം ഇങ്ങനെ പ്രകടമായി തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി നിൽക്കുന്നു. ഈ ഇരിക്കണ നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടൊന്നല്ല ആളുകൾ ഇസ്ലാമിലേക്ക് വരിക. അല്ല, ഇസ്ലാം ഇതിങ്ങനെ പ്രത്യക്ഷമായിട്ട് പ്രകടമായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പഠിക്കും. ഓരോ മനുഷ്യനും ചിന്തിക്കും. അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ചിന്തയുണ്ടാകും. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ റബ്ബിന്റെ വഹദാനിയത്ത്, ഒരു ഏകദൈവ വിശ്വാസത്തെ കുറിച്ചുള്ള ചിന്ത ഇസ്ലാമിലേക്ക് വരുന്നവനോട് സംസാരിച്ചോക്ക്. എനിക്ക് മുമ്പേ ഉണ്ട് ഒരു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച്. എല്ലാറ്റിനും ആരാധിക്കുക, അത് ശരിയല്ല. ഒരു മഹാശക്തി ആ ചിന്ത അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരുടെയും കേട്ടോ ഒരു സഹായമില്ലാതെ റബ്ബ് അത് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കും. എന്താ നമ്മുടെ ബാധ്യത? നമ്മൾ മുസ്ലിമായി ജീവിക്കുക, മുഅ്മിനായി ജീവിക്കുക, ആളുകൾക്ക് മാതൃക കാണിക്കുക, സത്യം പറഞ്ഞു കൊടുക്കുക. നിർബന്ധമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കാനുള്ള കഴിവും ശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. വിശദീകരിക്കാൻ സമയമില്ല. മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ കണ്ണുകളെ, ദൃഷ്ടികളെ കൺട്രോൾ ചെയ്യണം, താഴ്ത്തണം. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ പ്രകടമാക്കാൻ പറ്റുന്നതല്ലാത്ത ഒന്നും നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തരുത്. മുഖവും മുൻകൈ വെച്ച് ബാക്കിയെല്ലാം. ഒരു മുസ്ലിമത്തായ പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിന് മറക്കൽ നിർബന്ധമാണ്. ചാനൽ ചർച്ചയിൽ കേൾക്കണ പോലെ യാതൊരു നിർബന്ധമില്ല എന്നല്ല, ഹദീസൊന്നല്ല, ഖുർആനാ പറയണത്. നിർബന്ധാണ്. എന്നിട്ട് പറഞ്ഞു, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ മുഖമക്കന അവരുടെ കുപ്പായത്തിന്റെ മാറുകളിലേക്ക് അവർ താഴ്ത്തിയിടണം. ഒരു കർട്ടനായി. ഈ ഇരിക്കണ നമ്മളെന്നെ നമ്മളെ ഭാര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. തട്ടം ബാക്കിലേക്ക് പിടിച്ച് കെട്ടല, കഴുത്തും കാട്ടിയിട്ടാ നടക്കുക തട്ടട്ടവരെന്നെ. ഖുർആന്റെ കൽപ്പന എന്താ? നിങ്ങളുടെ സ്ത്രീകളുടെ മുഖമക്കന താടിയിൽ നിന്ന് കുപ്പായത്തിന്റെ മാറുകളിലേക്ക് താഴ്ത്തിയിടണം. അവിടെ നെഞ്ചിനുള്ള കർട്ടനാണ്. കേൾക്കൂല. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ റെഡിയാ. നമ്മൾ നമ്മളെ ഭാര്യനെയും പെങ്ങളെയും നമ്മുടെ മോളെയും കൂടെ കൊണ്ടുപോകുമ്പോ കഴുത്ത് കാണിച്ചിട്ടാ കൊണ്ടുപോവുക. ബാക്കിൽ കാണിക്കുന്നവരുണ്ട്, ഫ്രണ്ടിൽ കഴുത്ത് കാണിക്കുന്നവരുണ്ട്. എന്നാ തല ഇപ്പൊ പർദ്ദ കെട്ടിട്ടാ നടക്കുക. പർദ്ദ കെട്ടിട്ട് അത് മോഡലാ, തട്ടം മര്യാദ കിടൂല. ഇന്നത്തെ ലോകത്ത് ഇങ്ങനെ ഷാളെങ്കിലും ഇടുന്നത് തന്നെ അത്ഭുത. ഓളം മുമ്പ് തന്നെ വാപ്പ പറയും, എന്റെ മോൾ ഇത്രയെങ്കിലും ഇടുന്നത് തന്നെ അത്ഭുത. ഭർത്താവ് പറയും, എല്ലാ അയൽവാസികളൊക്കെ ഇതിനെതിരാ, എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും. അൽഹംദുലില്ലാഹ്. ഇതൊക്കെയാണ് നമ്മുടെ സംസാരം. ഖുർആൻ പറഞ്ഞതോ, നിങ്ങളുടെ മുഖമക്കന താടിയിൽ നിന്ന് കുപ്പായത്തിന്റെ മാറുകളിലേക്ക് താഴ്ത്തിയിടണം. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബ എന്റെ മഹലിലായിരുന്നു, നാട്ടില്. അവിടെ ഞാൻ ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ആളുകളാണ്. നമ്മുടെ ഖുത്ബ പുറത്തേക്ക് ഈ വാട്സപ്പിലൊക്കെ വിട്ടുകൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ബൈബിളിൽ തട്ടമിടാൻ പറയുന്നത് വായിച്ചു. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന നിലയ്ക്ക് വായിക്കാണ്. സമയം അധികരിക്കുന്നു. ബൈബിളിലെ കൊരിന്ത്യർ പുസ്തകത്തിലെ 1-2 പുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകത്തിൽ 5-6 വചനങ്ങൾ. ഇതൊരു പ്രമാണമായിട്ട് മെമ്പർമെന്ന് ധരിക്കുകയല്ല കേട്ടോ. പിന്നെ എന്തിനാ പറയുന്നത്? ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള നിയമമൊന്നുമല്ല. കേട്ടോളൂ, എന്താണ് ബൈബിൾ പറയുന്നത്? നിങ്ങൾ ശിരോവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ. അപ്പൊ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറുക, അവരുടെ കുർബാന നടത്താൻ പോവുക, പള്ളിയിൽ പോവുക. ആ സമയത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ ശിരോവസ്ത്രം അണിയാതെയാണെങ്കിൽ തന്റെ തലയെ
അവൾ അപമാനിക്കുന്നു. അത് മൊട്ടയടിച്ചവളെ പോലെ ആയിരിക്കുന്നു. തലമറക്കാതെ പ്രാർത്ഥിക്കാനോ പ്രവചിക്കാനോ പോയാൽ മൊട്ടയടിച്ച സ്ത്രീയെ പോലെയാണ് അവൾ. സ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ. ബൈബിൾ. ഒരു പെണ്ണ് തലമറക്കുന്നില്ലെങ്കിൽ അവളുടെ മുടി മുറിച്ച് കളയണം. സ്ത്രീക്ക് മുടി മുറിക്കുന്നതോ മൊട്ടയടിക്കുന്നതോ ലജ്ജാകരമാണെങ്കിൽ അവൾ ശിരോവസ്ത്രം ധരിക്കട്ടെ. ഇനി മൊട്ടയടിക്കുന്നത് നാണക്കേടാണെങ്കിൽ, മുടി മുറിച്ച് കളയുന്നത് നാണക്കേടാണെങ്കിൽ അവൾ തട്ടമടിയട്ടെ. ബൈബിളാ പറയണത്. ഒരു സ്ഥലത്തൊന്നല്ല, കുറെ സ്ഥലങ്ങളിൽ അത് പറയും. ഉത്തമ ഗീതം ഞാൻ വായിക്കാൻ സമയമില്ല, നമുക്കതൊരു പ്രമാണമായിട്ടും ധരിക്കാനല്ല. അതിൽ 41 അധ്യായം 6-7 കേട്ടോ, മണവാളൻ മണവാട്ടിയോട് പറയുന്ന ശിരോവസ്ത്രത്തെ കുറിച്ച്, അത് അവളുടെ സൗന്ദര്യത്തിനും എളിമക്കുമായി അടയാളമാണ് എന്ന് ബൈബിൾ. ഇനി യെശയ്യാവ് 3 അധ്യായം 2-3 സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നത് അത് അവളുടെ സാമൂഹികമായ മര്യാദയെ, നിലയെ സൂചിപ്പിക്കുന്നു. തിമോത്തി 2 അധ്യായം 9 പുസ്തകത്തിൽ സ്ത്രീകൾ മാന്യമായ വസ്ത്രമണിയട്ടെ. അപ്പൊ ഇതൊരു ഇസ്ലാമിന്റെ മാത്രം നിയമ ആണോ? ഇനി ഉപനിഷത്തുകൾ അങ്ങോട്ട് പോയോക്ക്, സമയമില്ല, അവിടെയും പറയുന്നുണ്ട്, അവിടെയും പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെങ്കിലും ഒന്ന് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ കുട്ടികളോട് ആ ചാനലിന്റെ യൂട്യൂബ് ബ്ലോഗർമാരൊന്ന് ചോദിക്കുകയാണ്. ഇപ്പോ വലിയ വിവാദം നടക്കുകയാണല്ലോ തട്ടത്തെ കുറിച്ച്. ആരോടാ ചോദിക്കുന്നത്? തട്ടം നേരെ ഇട്ടിട്ടില്ലാത്ത മുസ്ലിമിനോട്. അതിലൊന്നും എന്റെ കുടുംബം അത്ര കാർക്കശില്ലാത്ത ആളുകളാ. ഇവര് 100 ആളോട് ചോദിക്കും, 10 കുട്ടികളുടെ ഔട്ട് ചെയ്യുള്ളൂ. ആ 10 ആരതായിരിക്കും? അതൊന്നും വലിയ വിഷയമല്ല എന്ന് പറയുന്നവരത്. കാർക്കശം പറഞ്ഞവരതൊക്കെ മുങ്ങി. ഇത് ദീനിന്റെ നിയമാണെന്ന് പറഞ്ഞവരതൊന്നും പുറത്തുവിടൂല. അപ്പൊ ബാക്കി കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ മുസ്ലിങ്ങൾ എന്നെ ഇതിനെ അനുകൂലിക്കുന്നില്ല. അപ്പോ കുറച്ചൊക്കെ തട്ടം വിടണമെന്ന് ആഗ്രഹിക്കുന്നവരും പതുക്കെ അതിലേക്ക് പോകുന്നു. കുറച്ചു കാലമായി ഈ അർത്ഥത്തിലുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം, ധാരാളം തിക്തഫലം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. കുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയുന്നു, കല്യാണം എന്റെ ഇഷ്ടമാണെന്ന് പറയുന്നു. അതിൽ എനിക്ക് ഒരു പാപ്പ പരാതി പറഞ്ഞതാ, പെൺകുട്ടിയോട് വിവാഹത്തെ കുറിച്ച് ഉപദേശിക്കുമ്പോ, എനിക്ക് 19 വയസ്സായി, ഇനി എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ആരെ കൂടെ ജീവിക്കണം, ഞാൻ തീരുമാനിച്ചോളാം. ആരെ കൂടെ അവൾ തീരുമാനിച്ചത്? ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പോലും അല്ല. അതിനൊക്കെ എനിക്ക് അധികാരം. ഇതിങ്ങനെ കുട്ടികളെ കുറച്ച് വർഷങ്ങളായി ആരോ ഒരു ഹിഡൻ അജണ്ട തയ്യാറാക്കി പഠിപ്പിക്കുന്നുണ്ട്. ബോധവന്മാരായിട്ടില്ലെങ്കിൽ വലിയ അപകടം നമ്മെ കാത്തു നിൽക്കുന്നു. അള്ളാഹു എന്നെയും നിങ്ങളെയും ചിന്താശക്തിയുള്ള മുഅ്മിനീങ്ങളാക്കി, മുസ്ലിങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും നമുക്ക് വിദ്വേഷമില്ല, വെറുപ്പില്ല. എല്ലാ മനുഷ്യരോടും സ്നേഹവും അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളും സാമൂഹ്യ മര്യാദയും പാലിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ മതത്തെ അടിയറ വെക്കുന്ന ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചുകൂടാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു